ഒരു സുന്ദര ഹിമപ്രദേശം. അവിടെ വസിച്ചു വരുന്ന ഒരു ഹിമക്കരടിയാണ് ഭീമൻ. ഭീമന്റെ സുഹൃത്താണ് പെഞ്ചു എന്ന പെൻഗ്വിൻ. ഒരു ദിവസം, ഹായ് പെഞ്ചോ. ഹായ് ഭീമ. ഹോ, വല്ലാത്ത വിശപ്പ്. വായോ, നമുക്ക് വല്ല മീൻ കിട്ടുമോ എന്ന് നോക്കാം. ശരി. അങ്ങനെ അവർ മീൻ പിടിക്കാൻ പോകുന്നു. 20 minutes later. പെഞ്ചോ, നിനക്കറിയാമോ എന്ത്? ഈ ഹിമപ്രദേശത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ഞാനാണ്. പക്ഷേ അതിലെന്ത് കാര്യം? നിന്നെ കൊണ്ട് എന്റെ അത്രയും വേഗത്തിൽ മീൻ പിടിക്കാൻ പറ്റില്ലല്ലോ. ഓ പിന്നെ. എന്തോ പിന്നെ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ല പെഞ്ചു, എന്നെ കൊണ്ടും സാധിക്കും. എന്താ ഇവിടെ ഒരു ബഹളം? ആ, കറക്റ്റ് സമയത്ത് എത്തിയല്ലോ. അല്ല കുഞ്ഞുകിളി, പെഞ്ചു രാവിലെ തൊട്ട് ഫുള്ള് തമാശ പറയുക. ഇന്ന് രാവിലെ അവൾ വട്ടിനുള്ള മരുന്ന് കഴിച്ചില്ലെന്ന് തോന്നുന്നു. ആർക്കാടോ വട്ട്? നിങ്ങൾ ഇങ്ങനെ വഴക്ക് കൂടണ്ട, നമുക്ക് പരിഹരിക്കാം. ഭീമൻ പറയുവാ അവന്റെ അത്രയും വലിയ ബലശാലി ഈ പ്രദേശത്തിലില്ലെന്ന്. നീയും പറഞ്ഞല്ലോ മീൻ പിടിക്കാൻ നീയാണ് വലിയ മിടുക്കിയെന്ന്. ഇത്രയുമല്ലോ കാര്യം. നമുക്കൊരു പന്തയം വെക്കാം, എന്നിട്ട് തീരുമാനിക്കാം. എന്തു പറയുന്നു? ആ, അത് ഓക്കെ. ഞാനും റെഡി. ഓക്കെ. അപ്പോ ഇതാണ് മത്സരം. ഈ മലക്കപ്പുറത്തുള്ള പുഴയിൽ നിന്നും ആര് മീൻ പിടിക്കുന്നു അവര് ജയിക്കും. അങ്ങനെ ആ പന്തയം തുടങ്ങി. ഞാൻ ആ മല തള്ളി മാറ്റി പെട്ടെന്ന് മീന് പിടിക്കട്ടെ. ഈ മലയിൽ ഒരു ദ്വാരമിട്ട് അതുവഴി പോയി മീൻ പിടിക്കാം. Later. 12 seconds later. അങ്ങനെ പെഞ്ചു ഒരു ദ്വാരമുണ്ടാക്കി മല കടന്ന് മീൻ പിടിക്കുകയും ഭീമൻ ആ മല തള്ളി മാറ്റി മീൻ പിടിക്കുകയും ചെയ്തു. നിങ്ങൾക്കിപ്പോ മനസ്സിലായോ? ഭീമൻ ബലശാലിയാണെന്നും പെഞ്ചു മീൻ പിടിക്കുന്ന കാര്യത്തിൽ മിടുക്കിയാണെന്നും. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ നിന്നും പറന്നു പോയി മീൻ പിടിച്ചേനെ. എല്ലാവർക്കും അവരവരുടേതായ കഴിവുകളുണ്ട്. ആരും ആരുടെയും താഴെയോ മുകളിലോ അല്ല. ഇനി ഇങ്ങനെ വഴക്ക് കൂടരുത്. ആ, അത് ശരിയാണ്. ശരിയാണ് കുഞ്ഞുകിളി, ഞങ്ങൾ ഇനി വഴക്ക് കൂടില്ല. അങ്ങനെ അവർ അവിടെ നിന്ന് സന്തോഷത്തോടെ പിരിയുന്നു.